Hello friends, welcome to iStudio Online. I am Rajiv. ഇന്ന് നമ്മൾ ഒരു നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ ടിപ്പാണ് ഇന്നത്തെ iStudio ഓൺലൈൻ്റെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണ് അപ്സെല്ലിംഗ്, അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഫോട്ടോഗ്രാഫിയിൽ മാത്രമല്ല വേറെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് അപ്സെല്ലിംഗ് എന്ന് പറയുന്നത്. ബേസിക്കലി എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടിയത് പീറ്റർ മക്കിനൻ്റെ ഇതുപോലുള്ള കുറച്ച് ഫോട്ടോഗ്രാഫി ടിപ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ് ഹ്യൂവും പീറ്റർ മക്കിനും കൂടി ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ടിപ്സും അറിയണമെങ്കിൽ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ ടിപ്സും മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് അപ്സെല്ലിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് അപ്സെല്ല് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്സെല്ല് ചെയ്യാനായിട്ട്. മീൻസ് ഈ പീറ്റർ മെക്കനിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം അതിനകത്ത് ഒട്ടനവധി ടിപ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 7-8 ടിപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചാനലിൽ ചെന്നാൽ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് കാണാം, മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് അപ്സെല്ലിംഗ് എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ എൻ്റെ ഫോട്ടോഷൂട്ട്, അതായത് ഒരു മാസമായിട്ട് ഏകദേശം ഒരു 10 ദിവസം നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുൻപ് ലാസ്റ്റ് ചെയ്ത ഫോട്ടോഷൂട്ടെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറിനെ എനിക്ക് ലഭിച്ചു. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ടാണ് അവരുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ വീഡിയോഗ്രാഫി അധികം ചെയ്യാറില്ല. ആകെ പ്രൊഫഷണലായിട്ട് ചെയ്തിരിക്കുന്നത് ഒരു വർക്ക് മാത്രമാണ്, ഒരു ബേബി ഷൂട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ എൻ്റെ ഫോണിലുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു, ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ പീറ്റർ മെക്കിനൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാനും എന്തായാലും അപ്സെല്ലിംഗ് ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് ആദ്യമായിട്ട് ഈ കസ്റ്റമറിൻ്റെ അടുത്താണ് ഞാൻ എൻ്റെ അപ്സെല്ലിംഗ് സ്കില്ലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അതായത് ഇവർ ഫോട്ടോഗ്രാഫി റിക്വയർമെൻറ്റ് പറഞ്ഞു, ഞാൻ അതിനെ അവർക്കൊരു കൊട്ടേഷൻ അയച്ചു. ഈ കൊട്ടേഷൻ്റെ കൂടെ തന്നെ അവസാനം ഞാൻ മുൻപെടുത്ത ഈ വീഡിയോ, ഹൈലൈറ്റ് വീഡിയോ അവരെ കാണിച്ചു. ഒരു ചെറിയൊരു ബേബിയുടെ ഹൈലൈറ്റ് വീഡിയോ ആണ്. അപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയും ചെയ്യാറുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും കൂടെ കൂട്ടി വേറൊരു കുറഞ്ഞ ഡിസ്കൗണ്ടഡ് പാക്കേജിൽ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കസ്റ്റമർ അപ്പോൾ തന്നെ ഈ ഒരു രണ്ടും കൂടെ കൂടിയ പാക്കേജ് സ്വീകരിച്ചു. ആക്ച്വലി എനിക്ക് കിട്ടാനിരുന്ന എമൗണ്ടിൻ്റെ ഡബിൾ എമൗണ്ട്, ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും കൂടെ കൂട്ടി ഡബിൾ എമൗണ്ട് ഈ ഒരു കസ്റ്റമറിൽ നിന്ന് എനിക്ക് ലഭിക്കാനിടയായി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അപ്സെല്ലിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതിനോടനുബന്ധിച്ച് തന്നെ നിങ്ങൾക്ക് ഒട്ടനവധി പ്രോഡക്ട്സ് കസ്റ്റമറിനെ ഒന്ന് കാണിക്കാൻ സാധിക്കും. അപ്പോൾ അപ്സെല്ലിംഗ് നമുക്ക് എല്ലാ ബിസിനസ് മേഖലകളിലും പ്രായോഗികമാണ്. അതായത് നിങ്ങളൊരു പ്രോഡക്റ്റ് കസ്റ്റമറിന് കൊടുക്കുന്നു, ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കസ്റ്റമറിന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ചെറിയ നിങ്ങൾ വേറെയും സർവീസുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നവരോട് പറയുക. ചിലപ്പോൾ കസ്റ്റമർ ഒന്നിലധികം സർവീസുകൾ നിങ്ങളിൽ നിന്ന് റിക്വയർ ചെയ്തിരിക്കുക. അതിനെയാണ് നമ്മൾ അപ്സെല്ലിംഗ് എന്ന് പറയുന്നത്. മീൻസ് നമ്മളൊരു ഉദാഹരണത്തിന് 5000 രൂപയുടെ ഒരു വർക്ക് എടുത്തു. അപ്പോൾ നിങ്ങൾ ചെറിയ 1-2 പാക്കേജും കൂടെ അവരെ കാണിച്ചു, നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ പരിപാടിയുണ്ട്, അല്ലെങ്കിൽ ഇതും ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ നമുക്ക് 5000 കിട്ടേണ്ട സ്ഥാനത്ത് 2 വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു 8000, 10 രൂപ, 10000 കിട്ടി. അങ്ങനെ വരുന്നതിനാണ് നമ്മൾ അപ്സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിൽ ഇത് ട്രൈ ചെയ്യാം. പിന്നെ വേറെ ഇതുപോലെ വീഡിയോഗ്രാഫി ഇൻക്ലൂഡ് ചെയ്യാതെ നമുക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, ഇവിടെ മുൻപില്ലാതിരുന്ന ഒരു പ്രിൻ്ററാണ് ഇവിടെ. അപ്പോൾ ഞാനിത് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം, ഞാൻ സ്റ്റുഡിയോയിൽ മുൻപ് യൂസ് ചെയ്തിരുന്ന പ്രിൻ്ററാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഫോട്ടോഗ്രാഫർ, ഞാൻ നോർമലി കൊടുക്കുന്നത് സോഫ്റ്റ് കോപ്പീസാണ്. ആൽബം വേണ്ടവർക്ക് ആൽബം കൊടുക്കാറുണ്ട്. പക്ഷേ 80% കസ്റ്റമേഴ്സും റിക്വയർ ചെയ്യുന്നത് സോഫ്റ്റ് കോപ്പീസാണ്. അപ്പോൾ സോഫ്റ്റ് കോപ്പീസ് കൊടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു 1-2 പ്രിൻ്റഡ് കോപ്പീസ്, മീൻസ് വലിയ പ്രിൻ്റഡ് കോപ്പീസ് അല്ല, ചെറിയൊരു പ്രിൻ്റഡ് കോപ്പീസ് അവർക്ക് കൊടുക്കാം. എന്നിട്ട് പറയാം, ഞാൻ വലിയ ക്യാൻവാസിൽ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ബേബിയുടെ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് വെക്കണമെങ്കിൽ. പ്രിൻ്റഡ് ഫോട്ടോ കാണുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സോഫ്റ്റ് കോപ്പി കാണുന്നതിനെക്കാട്ടും ഒരു അട്രാക്റ്റീവ്നെസ് പ്രിൻ്റഡ് ഫോട്ടോസിനുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. നിങ്ങളിപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുത്താൽ പോലും നമ്മളത് പ്രിൻ്റ് ചെയ്ത് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി സോഫ്റ്റ് കോപ്പി അല്ല, കമ്പ്യൂട്ടറിൽ കാണുന്ന ആ ഒരു ഭംഗിയെക്കാട്ടും വളരെ മടങ്ങ്, ഏകദേശം ഒരു ഡബിൾ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പ്രിൻ്റഡ് കോപ്പി കാണുമ്പോൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു 1-2 പ്രിൻറ്റ്സ് കൊടുത്തിട്ട് നമുക്ക് വേണം പറയാം, ഇത് ഞാനെടുത്ത ഫോട്ടോയുടെ പ്രിൻ്റാണ്. അപ്പോൾ പ്രിൻ്റ് കാണുമ്പോൾ തന്നെ അവർക്കൊരു ഐഡിയ കിട്ടും, ഈ പ്രിൻ്റിൽ വന്നു കഴിഞ്ഞാൽ എത്രമാത്രം ഭംഗിയുണ്ട് ഈ ഫോട്ടോയ്ക്കെന്ന്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഒട്ടുമിക്ക ഫോട്ടോയും ഞാനിപ്പോൾ ഒരു പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന അതിൻ്റെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളെ ഒരു പ്രിൻ്റ് കാണിക്കാം. ഞാൻ പ്രിൻ്റ് ചെയ്തതല്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കാണും. പക്ഷേ ഇതുപോലൊരു പ്രിൻറ്റിൽ കണ്ട് കഴിയുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ ഒരു പ്രിൻ്റ് എടുത്ത് വരെ കാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയ പ്രിൻ്റ് ഫ്രെയിം ചെയ്ത് നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ കുട്ടിയുടെ നിങ്ങളുടെ റൂമിൽ അല്ലെങ്കിൽ ലിവിങ് റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു
എന്താ പറയുന്നത് നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് കാണുമ്പോഴൊരു എന്താ പറയുന്നത് ഒരു അട്രാക്റ്റീവ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെയും ഒരു ഫ്രെയിംസ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ സെല്ല് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനെയാണ് അപ്സെല്ലിംഗ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. വേറെയും ഒട്ടനവധി മാർഗ്ഗങ്ങളിലൂടെ നിങ്ങൾക്ക് അപ്സെല്ലിംഗ് നടത്താം. നിങ്ങൾ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും കൂടാതെ വേറെയും സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവയെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് കസ്റ്റമറുടെ മുമ്പിൽ അവതരിപ്പിക്കാം. എങ്കിലും എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ 1 or 2 എക്സ്ട്രാ പാക്കേജുകൾ മാത്രം അവതരിപ്പിക്കുക. എല്ലാം കൂടി അവതരിപ്പിക്കാൻ പോയാൽ കസ്റ്റമർ കൺഫ്യൂസ്ഡ് ആകും. പക്ഷേ അവരോട് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കസ്റ്റമറുടെ മനസ്സിലൊരു ചിന്ത വരും, ഇവൻ നമ്മളുടെ കയ്യിൽ നിന്ന് കൂടുതൽ എന്താ പറയുക ക്യാഷ് ഈടാക്കാനുള്ളൊരു പരിപാടിയാണെന്ന്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സംശയം തോന്നാത്ത രീതിയിൽ അവരോട് അവതരിപ്പിക്കുക. ഇപ്പം നമ്മൾ ഇത് ഒരു പ്രിൻ്റാണ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരുന്നു, വേണമെങ്കിൽ സാറിന് വേണമെങ്കിൽ ഞങ്ങളൊരു വലിയ ഇതും ചെയ്തു തരാം, ഇത്രയാണ് എമൗണ്ട്, സാറ് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിച്ചാൽ മതി. അപ്പോൾ തന്നെ അവരുടെ നിന്ന് പിടിച്ച് മേടിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും കസ്റ്റമർ ഇനി അടുത്ത ഫോട്ടോഷൂട്ടിന് പോലും നമ്മളെ വിളിക്കത്തില്ല. അപ്പോൾ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.